നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയുള്ളൊരു റോബസ്റ്റ പഴവും ശർക്കരയും കൊണ്ടുള്ളൊരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ മോർണിംഗ് സ്നാക്സ് ആയിട്ടോ ഒക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാൻ ഇവിടെ ഒരു 5 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇത് അരിഞ്ഞെടുക്കാം. ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം. അപ്പം പഴം നമുക്ക് അരിഞ്ഞെടുത്തത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ശർക്കര നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ശർക്കര ഏകദേശം ഈ ഒരു ബൗളിന് ഏകദേശം 1/2 ബൗളോളം ഉണ്ട്. അപ്പൊ ഞാൻ 5 റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. 5 റോബസ്റ്റ പഴവും ഈ ഒരു ബൗളിന് ഏകദേശം 1/2 ബൗളോളം ശർക്കരയുണ്ട്. ഇനി ആദ്യം ഈ ശർക്കര നമുക്ക് പാനിയാക്കി എടുക്കാം. പാൻ വെച്ചു. പാൻ ചൂടായതിനു ശേഷം നമുക്ക് ആ ശർക്കര പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇപ്പൊ ഞാനിപ്പം 1/2 കപ്പ് ആ ഒരു ബൗളിന് 1/2 ബൗൾ മാത്രമേ ശർക്കരപ്പൊടി എടുത്തിട്ടുള്ളൂ. കാരണം പഴത്തിന് മധുരമുള്ളതായതുകൊണ്ട് ഒത്തിരി മധുരത്തിന്റെ ആവശ്യമില്ല. ആ ഒരു 5 പഴത്തിന് ഈ ഇത്ര ശർക്കരപ്പൊടി മതി. ഒത്തിരി മധുരമായാലും ഭയങ്കരമായിട്ട് ചൊടിക്കുന്നവരാകും. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു മീഡിയം ലെവൽ മധുരം മതി. ഇത് പാനിയായി ഒത്തിരി ഞാൻ കുറുകി വരാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ശർക്കര ഒന്ന് പാനിയാക്കി ജസ്റ്റ് നടക്കുന്നില്ല. ഒത്തിരി കുറുകി വരാനായിട്ട് നിൽക്കുന്നില്ല. ഞാൻ ശർക്കര പാനി ആക്കുന്നത് ഈ ഒരു ലെവലിൽ നിർത്തുകയാണ്. ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെയ്യിലേക്ക് അരിഞ്ഞു വെച്ച റോബസ്റ്റ പഴം ഇട്ട് കൊടുക്കുക. ആ നെയ്ക്കകത്തൊന്ന് ആദ്യം ഒന്ന് പഴം വഴറ്റിയെടുക്കുക. നല്ല അടിപൊളി ഐറ്റമാണ്. നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും മോർണിംഗ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. കണ്ടോ, നെയ്ക്കകത്ത് കിടന്ന് പഴം ഒന്ന് വെന്തുടയുന്ന പോലെ ഉണ്ടോ? ഇതുപോലെ അങ്ങോട്ട് ശരിക്കും ഇങ്ങോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് ഉടഞ്ഞു നല്ലതായിട്ട് അങ്ങോട്ട് വഴഞ്ഞു കിട്ടും കേട്ടോ. ഇനി നമുക്ക് ആ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാൻ നേരം നമുക്ക് ഇതുപോലെ അരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്തെങ്കിലും വേസ്റ്റ് എന്തെങ്കിലും പൊടിയോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അരിപ്പയ്ക്കകത്ത വല്ലതും ഒന്ന് അരിച്ചു കൊടുക്കുക. ഇനി ശർക്കരപ്പാനിക്കകത്ത് ഇതൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ആയി കിട്ടട്ടെ. ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ള റെസിപ്പി കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഐറ്റമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അതൊക്കെ ഇല്ല, ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഒരു ഐറ്റമാണ്. അപ്പം പഴവും ശർക്കരയും ഒക്കെ ആണല്ലോ. അപ്പൊ നമുക്കിത് ഏത്തക്കായും കൊണ്ടും ചെയ്യാൻ പറ്റും. പിന്നെ റോബസ്റ്റ പഴം ഞാൻ ഏട്ട വെച്ചു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് റോബസ്റ്റയും ശർക്കരയും കൂടി ചെയ്തത്. ഇത് നമുക്ക് ഏത്തക്കായും കൊണ്ടും ചെയ്യാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഒരു ഐറ്റമാണ്. കാരണം പഴവും ശർക്കരയും ഒക്കെ അല്ലേ. അപ്പം ശർക്കരക്കകത്ത് നല്ലതായിട്ട് വെന്തുടഞ്ഞ് ഈ ഒരു പരിവെടുക്കണ്ടോ, അടിപൊളിയായിട്ടുണ്ടോ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അടപ്രഥമനാണ് ഓർമ്മ വരുന്നത് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പായസത്തിന്റെ അകത്തുള്ളതാണ് അടപ്രഥമൻ പായസം. ഇത് കണ്ടപ്പോൾ അടപ്രഥമന്റെ ഒക്കെ ലുക്കായിട്ട് തോന്നി. അപ്പം ഈ റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ ശർക്കരയിൽ നല്ലതായിട്ട് കണ്ടോ വെന്തുടഞ്ഞ് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് നമുക്ക് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പം മീഡിയം ഫ്ലെയിമിൽ വെക്കണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഞാൻ ഇനി ഇതിലേക്ക് ഈ ബൗളിൽ തന്നെ 1/2 ബൗള് അവല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവലോട് ചേർത്തിട്ട് നല്ലതായിട്ട് ഇതുപോലെ മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കുക. നല്ലതായിട്ട് മിക്സ് ആക്കുക. ഞാനിവിടെ 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ മധുരമായിട്ടുള്ള കാര്യമാകുമ്പോൾ നമ്മൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാൻ 1 നുള്ള് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ.
മിക്സ് ആക്കി എടുക്കുക ഇതുപോലെ. ഇനി അതിലേക്ക് അരക്കപ്പ് പാലൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് അങ്ങോട്ട് ഇളക്കിയെടുക്കുക. പാലൂടെ ഒന്ന് സെറ്റായി ഒന്ന് കുറുകി കിട്ടിക്കോട്ടെ. ഇപ്പൊ നമ്മുടെ ഈ ശർക്കരയും എല്ലാം കറക്റ്റ് തന്നെയാണ് കേട്ടോ. കാരണം ഇത് പഴത്തിന്റെ മധുരവും ശർക്കരയുടെ മധുരവും എല്ലാം കൂടെ കൂടുമ്പം നല്ല കറക്റ്റ് മധുരം തന്നെ. ഒത്തിരി മധുരത്തിന്റെ ആവശ്യമില്ല കേട്ടോ. ഒത്തിരി അങ്ങ് ചൊടിക്കത്തക്കുള്ള മധുരം ഇട്ട് നമ്മൾ സാധനം കഴിക്കില്ലേ. അപ്പം ഏകദേശം ഒരു മീഡിയം ലെവൽ മധുരത്തെ മാത്രമേ നിൽക്കാവൂ. അപ്പൊ നമ്മള് ഒന്ന് സെറ്റാക്കി ഒന്ന് എടുത്തു കഴിഞ്ഞാല് ഇതുപോലൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി പാലൂടെ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി ഒത്തിരി ഒന്നും ഇത് മിക്സ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് നിർത്താം. ഇനി നമുക്ക് ഗ്യാസ് നിർത്തുവാണ്. ഇനി അത് പെതുക്കിയിരുന്ന ആറിയതിന് ശേഷം നമ്മുടെ ഫുഡ് നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി കിട്ടിയിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്നത് പഴം, ശർക്കര, പാല്, നെയ്യ്, ഇത്ര ഐറ്റങ്ങളാണ് ഇതിൽ പെട്ടെന്ന് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏലക്കപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഐറ്റം തന്നെയാണിത്. അപ്പം ഉറപ്പായിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ കുക്ക് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയുള്ള ഒരു ഐറ്റമാണ്. ഉറപ്പായിട്ടും ഇതേ റെസിപ്പി തന്നെ കുക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു.